അപ്പൊ അങ്ങനെ നമ്മുടെ പുതിയ വർഷത്തേക്ക് നികിക്കുന്ന ഒരു ഐഫോൺ 17 Pro Max എന്റെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. എടി എടി അതല്ലടി, അത് പൈപ്പോളയിൽ അപ്പുറത്തെടുക്ക്. ഇതാണ് നമ്മുടെ ലോഡഡ് ചിക്കൻ ലോഡഡ് ഫ്രൈസ്. ഇത് കഴിച്ചു നോക്കാം. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ സംഭവം ഒരു ഫോൺ വാങ്ങിക്കൽ മാത്രമല്ല, സ്വർണം വാങ്ങിക്കുന്നുണ്ട്. സ്വർണം ഇന്നല്ലേ ഇന്ന് ഫുള്ള് വാങ്ങലാണ് അല്ലേ? എന്തൊക്കെയാണ് വാങ്ങാൻ പോണേന്ന് വഴി അങ്ങനെ കാണും. ഫോൺ അല്ല ഫോണ് കാണിക്ക് വാങ്ങിയത് ഗൈസ്. അങ്ങനെ കുറച്ച് വൈകിയെങ്കിലും നമ്മളും ഇതാ ഐഫോൺ 17 Pro Max എടുത്തിട്ടുണ്ട്. പൊട്ടിച്ചിട്ടില്ല, പൊട്ടിക്കാൻ പോണത്ര. അങ്ങനെ പറയല്ലേ? കുഴപ്പമില്ല, കിട്ടും, അടവടച്ചാൽ മതി. കുഴപ്പമില്ലടി, കിട്ടുമടി, അടവടച്ചാൽ മതി. ചെലവുണ്ട്, നല്ല ചെലവുണ്ട്. ഇത് അടവാണെങ്കിലും നമ്മൾ തന്നെ അടക്കണമല്ല. അപ്പോ ഞമ്മല്ലേ അപ്പോൾ ഗൈസ് എന്തായാലും നമ്മുടെ വ്ളോഗെല്ലാം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നോർമൽ 2 വർഷം മുമ്പ് വാങ്ങിയ ഐഫോൺ 15 ചെറിയൊരു അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയമായി എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഐഫോൺ 17 തന്നെ വാങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയുള്ള വ്ളോഗുകളൊക്കെ ഐഫോൺ 17 അത് നീ ആ ഫോൺ ഉപയോഗിക്കാനായിട്ടില്ല. നിന്റെ കയ്യിലുള്ള ആ ഫോൺ ഉപയോഗിച്ച് നീ ആദ്യം ഫുള്ളായിട്ട് പഠിക്കും. നീ ആദ്യം ആ ഫോൺ ഉപയോഗിച്ച് പഠിക്കും, എന്നിട്ട് നമ്മൾ ഈ ഫോണിലേക്ക് വരാം അല്ലേ? ആദ്യം ആ ഫോൺ ഉപയോഗിച്ച് പഠിക്കും. നീയല്ലേ പുതിയ ഫോൺ വാങ്ങിയത്? നിനക്ക് സ്വർണം. അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ ഐഫോൺ 17 അൺബോക്സ് ചെയ്യാൻ പറ്റും. എല്ലാവരും കണ്ടതാണ്, എന്നാലും കുറച്ച് ലേറ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ കിടക്കട്ടെ അൺബോക്സിങ് എല്ലാം അല്ലേ? അപ്പോൾ ഐഫോൺ 17 അൺബോക്സിങ് അതിന് ശേഷമാണ് സ്വർണ്ണം. നിങ്ങളെന്താ പറയുന്നത്? അവർ പറ. ബ്രോ എടുക്കാം, സെറ്റല്ലേ? അപ്പോൾ നമ്മൾ ഫോണൊക്കെ എടുക്കുന്നത്, ഈ ഫോണായാലും ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണായാലും ഏതായാലും നമ്മുടെ ഇമേജ്, കണ്ണൂർ ഇമേജിൽ നിന്നാണ് എടുക്കുന്നത്. ഇവിടെ എന്തൊക്കെയോ ഓഫറൊക്കെ ഉണ്ട്. ഇപ്പോൾ മറ്റേ 0% ഇതിനകത്ത് കൊടുക്കുകയാണല്ലേ ഫോണ്. അതുകൊണ്ടാണ് ഞാൻ ഓടിങ്ങ് എത്തിയത്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. നമുക്ക് ഫോൺ എടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, അടവിലുള്ള ഇൻട്രസ്റ്റ് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് 0% ആണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ എടുക്കാൻ വേണ്ടി പോയത്. ഓക്കെ, എന്നാൽ പിന്നെ അൺബോക്സ് ചെയ്യാം. ഫോൺ വാങ്ങിക്കുന്നതെല്ലാം കൊള്ളാം. ഫോൺ വാങ്ങിച്ചു, അതിൻ്റെ കൂടെ ഓഫറിലില്ലേ പാത്രവും ചട്ടിയെല്ലാം കിട്ടും. അതെല്ലാം വാങ്ങിച്ച് എനിക്ക് തന്നോളൂ. വെള്ളയപ്പച്ചട്ടി എന്ത് വെള്ളയപ്പച്ചട്ടിയാ ഗൈസ്? ഇവിടെ ഒരു ഫോൺ മനുഷ്യൻ ആറ്റുനോറ്റ് കഷ്ടപ്പെട്ട് വാങ്ങാന്ന് വിചാരിച്ചാൽ ഫോൺ വാങ്ങുന്നതിന്റെ ത്രില്ലല്ല. ഇവർക്കെല്ലാം എന്താ ആ വെള്ളയപ്പച്ചട്ടി മറ്റേ ദോശക്കല്ലെല്ലാം കിട്ടാനുള്ളത് ആഗ്രഹം. അതെന്തിനാണ് ഇതിനു വേണ്ടി ഹോം എന്തിനാ സ്പീക്കർ? എന്നാ സ്പീക്കറിലോട്ടാണ്. ആ വലിയ സ്പീക്കർ എന്ത് വാങ്ങുമ്പോ കൊടുക്കുമെന്നാവൂലേ? ഐഫോൺ വാങ്ങുമ്പോ കൊടുക്കും, അത് വേറെ എന്ത്? അതെ, ആ വലിയ സ്പീക്കർ കണ്ട, അത് എന്ത് വാങ്ങുമ്പോ കൊടുക്കും? നിങ്ങൾ വിൽക്കാൻ വെച്ചതാ? പൈസ കൊടുത്ത വിൽക്കാൻ വെച്ചതാണ്. അപ്പൊ പിന്നെ പോയി, രക്ഷയില്ല. റിയാക്ഷനും ഇല്ലാതെ 2 എണ്ണം ഇരിക്കണമെങ്കിൽ ചട്ടി കിട്ടൂലടി. അല്ല, അത് ഓരോ ഇതിന്ന് കിട്ടണ ഓരോ ചട്ടിട ഞാൻ പുറപ്പിക്കുന്നു. ഓരോ ചട്ടിയുടെ വില ചേട്ടാ തീപ്പെട്ടിപ്പൊടിയുടെ വില പോലും കുറച്ച് അത്ര സാധനമാണെന്ന്. ഇതിന് പെട്ടി വേണ്ട, ഫോൺ മാത്രം പെട്ടി വേണ്ട ചേട്ടാ, അത് ഇതാക്കിയോ. അതുകൊണ്ട് ഇതിൽ നിന്നൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം. പാടി പാവടി അങ്ങനെ പിശിക്കുന്നുണ്ടടി. അതും വേണ്ട, ഞാൻ സൂക്ഷിച്ചോളൂ, നെഞ്ഞത്ത് വെച്ച് സൂക്ഷിച്ചോളൂ. എനിക്ക് വാറന്റി വേണ്ട, പൈസ കുറച്ചു. കഴിഞ്ഞ വാറന്റി നഷ്ടമായി, ഒന്നും പറ്റിയില്ല. എന്റെ അടുത്ത് എന്റേതാണത്. ആ പിന്നല്ല, ആ കൊടകുന്ന് വീണു. നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ്, അതെല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ഫോൺ വാങ്ങി. എന്താ അളിയനൊരു ഫോൺ വാങ്ങിച്ചു വിടട്ടെ?
ഇവിടെ ഇരിക്കണം. അളിയത് ഫോണിന്റെ കവർ മാറ്റി കൊടുക്കണേ. ആ അതിനെ നമ്മള് ടാബ് എടുത്ത ഗുണമുണ്ടളിയ. സൺഡേ എന്തെങ്കിലും പറയുന്ന സമയത്ത് നേരത്തെ മുഖത്തോട്ട് പോയാൽ മതി. ഹലോ മുഖവും കാണൂല. മുഖവും കാണൂല, എന്നെ കാണണ്ട, ഒന്നും കാണണ്ട. എന്താ നിങ്ങൾ എന്താ ചെയ്യുന്നത്? വെള്ളം പൊട്ടിക്കാൻ നോക്കി അതിന്റെ പൈസ കൂട്ടുവരെ ആരാ കൂടെ ഭഗവാനെ വന്നു പോയത്? 10 രൂപ വെള്ളത്തിന് അത് കറക്റ്റ് റെസിപ്പി നോക്കിക്കോടാ. പൊട്ടിച്ചാട്ടെ, പൊട്ടിക്കാട്ടെ. എന്ത് സാധനം നോക്കി. ഇങ്ങനെ ഒരു അളിയനെ കിട്ടിയായിരുന്നെങ്കിൽ എന്ത് ഗുണം ചെയ്ത്. പുണ്യം നിങ്ങളെ പുണ്യോട്. അമ്മ പറഞ്ഞെന്നറിയോ, നല്ല ഉണക്കച്ചെമ്മീൻ വറുത്തതുണ്ട്, വീട്ടില് കഞ്ഞിയുണ്ട് എന്ന് പറഞ്ഞത്. വാങ്ങിയതിന്റെ സന്തോഷത്തില് ഉണക്കച്ചെമ്മീൻ വറുത്തത് കഞ്ഞി. ഫോണം കുടിച്ച ഞാൻ വീട്ടിട്ട് പോകും. ഞാൻ വയറ്റില് കുറച്ചാണ് എല്ലാം കുറപ്പിക്കണെങ്കിൽ എല്ലാം കുറപ്പിക്കണം. ഇതിപ്പോ എത്രയാവും ടോട്ടൽ? 1 ലക്ഷം കളിയാ. 1 ലക്ഷം ഒരു ചാർജറും പിന്നെ അതുപോലെ തന്നെ ചാർജറെങ്കിലും മേടിക്കടേ. ചാർജറെങ്കിലും മേടിക്കടേ. ചാർജറെങ്കിലും അത് കുറക്കാം. എന്നാ അത് കുറച്ചോ? നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നസീഫ് വന്ന ചാർജർ ഇപ്പോഴും ഉണ്ട്. ചാച്ചിന്റെ ഫോണെല്ലാം എടുത്തിട്ട് പോകുന്ന ഞാൻ ബോക്സ് ചെയ്യാം അല്ലേ? അൺബോക്സിംഗ് നീ ചെയ്യുന്നോ? ചെയ്തോ? തമ്പി സാർ, ഞാൻ ലേറ്റ് ആയിട്ടാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഐഫോൺ ഇറങ്ങിയ ദിവസം ഇവിടെ നോക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ പിന്നെ പ്ലാനിങ് മാറ്റി വെച്ചാൽ എടുക്കാണ്ട് അപ്പൊ ഇപ്പോഴെടുക്കുന്നത്. എന്തായാലും അത്യാവശ്യം ആയതുകൊണ്ട് ഇപ്പോഴും എടുക്കുന്നത്. കാരണം ഈ ഫോൺ ഇപ്പോൾ ഓൾറെഡി ഫുള്ളാണ്. അതിന് സൈസ് GB കുറവാണ്. ഇതിനകത്ത് ഇപ്പൊ ഇത് 1 TBൻ്റെതാ. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം എനിക്ക് വ്ലോഗൊക്കെ സ്റ്റോറേജ് കിട്ടും നല്ല. അപ്പോൾ അൺബോക്സ് ചെയ്യാം. മറ്റോ എടുക്കണം. എന്തായാലും നമുക്ക് ഒരു റഷിനകത്ത് എടുത്തേക്കട്ടെ ഇങ്ങനെ. ഓക്കെ നമ്മൾ കാത്തിരുന്ന ആ നിമിഷം എത്തിയിരിക്കുകയാണ്. നല്ല കളറല്ല ഇതാണല്ലോ ഇതിന്റെ ഒരു ട്രെൻഡ് അല്ലേ? ഒരു ഓറഞ്ച് കളർ. പിന്നെ രണ്ടാളും കൂടി ഞങ്ങള് കൈയോട്ടാൻ കഴിയില്ല, അതുകൊണ്ട് പരവാ കുപ്പിമ തട്ടുന്നുണ്ടല്ലേ. കുപ്പിവെള്ളം പൊട്ടി. അപ്പൊ എന്നാ പിന്നെ ഇനി മുതൽക്കുള്ള ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ഇതിലായിരിക്കും അല്ലേ? അപ്പൊ ഈ iPhone 17 Proന്റെ റിവ്യൂ ഒന്നും നമ്മളായിട്ട് ഇടേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇട്ടിട്ട് ഫുൾ ആയതാണ്. ഇനി ഉപയോഗിച്ച് നോക്കട്ടെ, ഉപയോഗിച്ചിട്ട് എന്നിട്ട് പറയാം. ഓക്കെ, നമ്മുടെ ചെക്കൻ കവറൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനായി അല്ലേ? ഗ്ലാസ് ഒട്ടിക്കണ്ടേ? ഒട്ടിച്ചോ? ആ ഗ്ലാസ് ഒട്ടിച്ചു. അപ്പൊ സെറ്റായി. പ്ലെയിൻ കളർ. ഇതിന്റെ കളർ എടുക്കുമ്പോ എന്തായാലും നമുക്ക് ഈ കളർ കുറച്ച് ദിവസം ഒന്ന് കാണണ്ടേ? അപ്പൊ എല്ലാം സെറ്റായി ഗൈസ്. നസീഫ് എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ ഡാറ്റ വേണ്ട, ഈ ഫോൺ എൻ്റെ അടുത്തുണ്ട്. ഫോൺ ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്, മാറ്റുന്നില്ല. എന്റെ ദൈവമേ, ഒന്നുകൂടി പറഞ്ഞേ. അതാ ഞാൻ ഫസ്റ്റ് കൊടുക്ക വീഡിയോയില്. അതാ ഞാൻ ഒന്നുകൂടി പറയാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മളിത് ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പൊ അങ്ങനെ നമ്മുടെ പുതിയ വർഷത്തേക്ക് നികിക്കുന്ന ഒരു iPhone 17 Pro Max എന്റെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. സ്വിച്ച് ഓൺ കർമ്മം തമ്പിയണക്കാരൻ്റെ വരുവാ. വരുന്നുണ്ട്. പകുതി കടിച്ച ആപ്പിൾ എപ്പോഴും വരും. കയ്യിലെന്താണ്? iPhone 17 Pro Max ആ. ദൈവമേ, ഇത് കിട്ടാൻ വേണ്ടി എന്തൊക്കെയാ വിളിക്കുന്നേ? അപ്പൊ എന്തായാലും നമുക്ക് വിടാല്ലേ എന്നാ പിന്നെ. അപ്പൊ നമ്മുടെ ഫോണൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് സ്വർണം വാങ്ങിക്കാൻ പോണം. സ്വർണം, ഗോൾഡ് അല്ലേ? പോയാലാ? നമുക്ക് അതിനിടയ്ക്ക് ഇവരെ കൂട്ടണം. നമ്മളൊരു ഫസ്റ്റ് സെൽഫി എടുക്കട്ടെ. എടുത്തിട്ട്
ഫോണ് കാണാനായിട്ട്. എന്റെ അമ്മേ ഭയങ്കര ഇട്ട് കൊടുക്കണോ? എങ്ങനെയുണ്ട് ദുഗു? കാണിച്ച എങ്ങനെയുണ്ട് ഗൈസ്? നമ്മളങ്ങനെ സ്വർണ്ണക്കടയിലേക്ക് എത്തി. സ്വർണ്ണക്കടയിലേക്ക് 2026 ഇനിയിപ്പോ പുതിയ സ്വർണം വാങ്ങാൻ സ്വർണം വാങ്ങേണ്ട സമയാണ് കേട്ടോ. ചാവിയല്ലേ? ഓക്കെ ഓക്കെ. അല്ല പിന്നെ കേറി 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 കേറി. ശരത്തെ എന്തെല്ലാം വിശേഷം? അല്ല, ന്യൂ ഇയർ ആയിട്ടേ സ്വർണം വാങ്ങിയില്ലേ പിന്നെ എന്താ ചെയ്യാ അല്ലേ? എന്താ വേണ്ടേ? വള, മാല, പിന്നെ എല്ലാം ഡയമണ്ട് വേണമെങ്കിൽ ഡയമണ്ട് ഉണ്ട്. എന്താ വേണ്ടെന്ന് നീ പറഞ്ഞാ മതി. നിനക്ക് ഡയമണ്ടിന്റെ എന്താ അരഞ്ഞാണോ? ഡയമണ്ടിന്റെ അരഞ്ഞാണോ? വാങ്ങി തന്നു നീ അങ്ങോട്ട് പറഞ്ഞാ മതിയല്ലോ. കാണൂല. എന്താ വില ഇപ്പൊ? സ്വർണ്ണ വില എന്താ? 99. ഒന്നുമില്ല, 1,00,000 1 രൂപയായിട്ട് കുറവുള്ളു. ധൈര്യമായിട്ട് വാങ്ങിക്കും. അതായത് നമ്മുടെ കണ്ണൂര് മഹാറാണിയിലാണുള്ളത്. മഹാറാണിന്ന് കുറച്ച് സ്വർണം വാങ്ങട്ടെ. നീ വാങ്ങി എന്നിട്ടല്ലേ നല്ല തിന്ന. എടി അതല്ലടി, അത് പൈപ്പോളയിൽ അപ്പുറത്തെടുക്ക്. കാണിച്ചത് നോക്കട്ടെ. ഇതാ രസമുണ്ട്. ലൂസാന്നല്ലേ കുറച്ച്? കുഴപ്പമില്ല. അപ്പതേ ഒരുപാട് മോതിരങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഏതാ വേണ്ട? ശരത്തെ ഒളി ശരത്ത് ഏതാണെന്നൊന്നറി കാണിച്ചേ. ഇപ്പോഴത്തെ വില അനുസരിച്ചിട്ട് 2 ലക്ഷം രൂപ മോതിരമായി. മോതിരങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് വെറുതെ പറഞ്ഞതല്ല സ്വർണ്ണം എടുക്കാൻ വരുന്നെന്ന്. സന്ധ്യക്ക് ഒരു മോതിരം ആദ്യം തന്നെ എടുക്കണം. ബാക്കി എന്താ എടുക്കണേന്ന് നമുക്കത് ശേഷം പറയാം അല്ലേ? അത് സർപ്രൈസ്. ഇടാൻ പറ്റാണ്ട് ഒരു മോതിരം ഉണ്ട് എന്റെ കയ്യിൽ. അതെനിക്ക് കുറെ നാൾ മുന്നേ ഇടാൻ കല്ല് കാരണം ഇടാൻ പറ്റിയില്ല. അതൊന്ന് മാറ്റിയെടുക്കണേനാണ് ഈ ചേട്ടൻ ഇത്ര ഹൈപ്പ് കൊടുക്കണം. ഞാനതിന് എന്തോരം സ്വർണ്ണം എടുക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. സ്വർണ്ണം എടുക്കാൻ വന്നു, സ്വർണം വാങ്ങാൻ വന്നു. അതിപ്പോ ഒരു തരിയാണെങ്കിലും അല്ലെ, സ്വർണ്ണം അല്ലേ, അതിന് അതിൻ്റെതായ വിലയുണ്ട്. അപ്പൊ ഒരു പുതുവർഷത്തില് പുതിയ മോതിരത്തിൽ നിന്ന് തുടങ്ങട്ടെ അല്ലെ? സ്വർണ്ണം ഒരു തരിയാണെങ്കിലും അതായത് അതിൻ്റെതായ വിലയുണ്ട്. ഇനിയിപ്പോ എന്തായാലും സ്വർണ്ണ ലക്ഷ്മിയാണ് കാട്ടെ. ലക്ഷ്മി അങ്ങ് പോവുകയാണ്, ഒരു തരം പോക്കാ ലക്ഷ്മിക്ക്. പക്ഷെ പിടിച്ചാ കിട്ടുന്നില്ല ലക്ഷ്മിനെ. നോക്കട്ടെ ഇതാവുമ്പോ എന്താണെന്നറിയോ, കംപ്ലൈന്റ് വരില്ല. ഉപയോഗിക്കാനാണെങ്കിൽ നല്ലത്. സ്ഥിരം ഉപയോഗിക്കാൻ പറ്റിയ സാധനം എടുക്കും. നികിയെല്ലോണ്ടല്ലോ, സന്ധ്യയിലോണ്ടല്ല. അല്ല, നികി തേങ്ങ ഉടക്കുമ്പോ ഇത് ഉടക്കുമ്പോ തേങ്ങ ഉടക്കുമ്പോ മോതിരം അത് വലുതാ. പിന്നെ ഇങ്ങനത്തെ നോക്കട്ടെ കഴിച്ചു. ഇവര് നോക്കി സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് കാണാം. വെച്ച് കളി. സ്വർണം വാങ്ങുന്നതിലും ഗിഫ്റ്റ് വാങ്ങുന്നതിലാണ് കാര്യല്ലേ? വാങ്ങിയ സ്വർണം കാണണ്ടേ നമുക്ക്? ഇതൊന്ന് കാണിച്ചു കൊടുത്തേക്ക് ചേർത്തേ. നല്ലൊരു മോതിരം കേട്ടോ. ഇതാണ് പുള്ളിക്കാരത്തി വാങ്ങിയത്. കുറേ ആയി ഒരു മോതിരം വാങ്ങണമെന്ന് ആഗ്രഹം, അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു തരി സ്വർണത്തിന് തന്നെ അത്രയും വിലയായില്ലേ. അപ്പോൾ ഒരു മോതിരം വാങ്ങാന്ന് പറഞ്ഞാൽ തന്നെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാലും വാങ്ങിയല്ലേ മതിയാവുന്നു. അതെ, നല്ലത്. പുതുവർഷത്തിൽ ഒരു സ്വർണത്തിൽ തുടങ്ങട്ടെ. അപ്പൊ താങ്ക് യു. ഓക്കെ, ഗിഫ്റ്റിനാണ് ഇവർക്ക് താല്പര്യം കേട്ടോ. ഗിഫ്റ്റ് കിട്ടാനാണ് ഇതെനിക്ക് ചോദിച്ചു വാങ്ങിച്ചതാ. ഇത് എങ്ങനെയെങ്കിലും ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളതാണ് ഭയങ്കര. സ്ത്രീകളുടെ മനസ്സ് മനസ്സിലാക്കിയാണ് ഇവര് ഗിഫ്റ്റ് കൊടുക്കുന്നത്. സന്തോഷമായിരുന്നു. ഭയങ്കരമായി പോയത്.
ഓക്കെ പോവാന്ന പിന്നെ. ഓ മൈ ഗോഡ് പൊളിച്ച്. അപ്പൊ എന്തായാലും നമ്മൾ ആ കേക്ക് വീട്ടിൽ പോയിട്ട് മുറിക്കുന്നതായിരിക്കും. താങ്ക് യു. അപ്പൊ ഇനിയും വരാം. ഇനി പൈസ ആവാൻ പോരാ. ഇത് മറ്റുള്ള കടയാണെങ്കിൽ നമുക്ക് നാളെ വരാന്ന് പറയാം സാധനം മേടിക്കാം. ഇതങ്ങനെ കഴിയില്ലല്ലോ. അപ്പൊ എന്തായാലും ഓക്കെ കാണാം. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും കേട്ടോ, അഡ്വാൻസ്. അല്ല സൺഡേ പൈസ കൊടുക്കാൻ പോവാതിരിക്കാനായിട്ട് അവിടെ അടച്ചു ഷട്ടർ. അവിടെ ഷട്ടർ അടച്ച്. പിന്നെ അടിക്കും എല്ലാം അടിക്കും. അങ്ങനെ അടിക്കല്ലാന്ന് വീട്ടില് വരുവുള്ളു. അടി പേടിക്കാനില്ല, കുഴപ്പമൊന്നുമില്ല. അത് വീട്ടില് വരുവുള്ളടി, വേറെ പ്രശ്നമൊന്നുമില്ല. നീ ആ സിനിമ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ പൊന്മാൻ? പോവൂല. പൊന്മാൻ കിടന്ന പൊന്മാനില് മറ്റേ ഇവൻ കിടക്കുന്ന പോലെ അവിടെ കിടക്കും. അപ്പൊ ഓക്കെ ശരി, നമുക്കിനി അടുത്ത വർഷം കാണാം. ഓക്കെ സന്തോഷം കാണുന്നത്. ഓക്കെ റെഡി. ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ്. ഓക്കെ മക്കളെ വരുന്നില്ലേ നിങ്ങള്? എന്നാ എന്താണ് എന്തിനു ഇവിടെ ക്രിസ്മസ് പപ്പ ആട്ടുന്നത് കണ്ടിട്ട് ഇന്ദിരു ആട്ടുന്നുണ്ട്. അയാളെ പറിച്ചെടുത്തേക്കല്ല, പൈസ കൊടുക്കേണ്ടി വരും കയറിപ്പോകത്തോട്ട്. ബാബാ. അപ്പൊ എന്തായാലും ഇന്ന് സന്ധ്യ സ്വർണം വാങ്ങിയതിന്റെ സന്തോഷത്തിൽ സന്ധ്യയുടെ വക ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ വേറെ എന്താണോ നമ്മളിന്ന് തകർക്കാൻ വേണ്ടി പോണ് ഗൈസ്. സജ്മോൻ ഐഫോൺ വാങ്ങിയ വക പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ഓടിയത്. അങ്ങനെയാണെങ്കിൽ 50-50 പോ. നമസ്കാരം. അവിടെ ഇരിക്കുക മുതലാളി ഇരിക്കുക. മുതലാളി ഇരിക്കുക. കൈമ എടി ഇപ്പൊന്ന് പറഞ്ഞാല് സ്വർണം മേടിക്കാന്ന് പറഞ്ഞ പിന്നെ മുതലാളി കണ്ടാരാ? ഐഫോൺ EMI ആണ്, സ്വർണ്ണ EMI കിട്ടില്ല. ഐഫോൺ അടവിനാ. അപ്പൊ എന്തായാലും നമ്മള് ഫുഡ് കഴിക്കട്ടെ ഗൈസ്. ഭക്ഷണം ചീസ് ഗാർലിക് ബ്രെഡ് അന്നത്തെയാ അത്താന്ന് വന്ന് ബാക്കിയായ സാധനം ഇവര് തൊഴുത് കാണിക്കുന്ന. ഞങ്ങള് ഒരു ഇത് പറഞ്ഞു, ചീസ് ഗാർലിക് ബ്രെഡ്, പിന്നെ ഒരു സൂപ്പ്, പിന്നെ ഈ ഒരു സാധനവും പറഞ്ഞു. എന്നാണ് ചിക്കൻ ലോഡഡ് ഫ്രൈസ്, പിന്നെ 2 നൂഡിൽസും. അൽഫാമും കഴിച്ചിട്ട് വന്നേനെ. സെറ്റല്ലേ? സമ്മതിക്കൂല അളിയനെ ബീഫ്. എല്ലാ സൺഡേയുടെ ഇതുപോലെ ഇരിക്കും. ഞാനിതിലൊന്നുമില്ല, എനിക്ക് വരുമാനവും ഇല്ല, പണിയും ഇല്ല. ഞാൻ തൊഴിലാളി. നിങ്ങളെന്താ ചെയ്യുന്നത്? എനിക്ക് നല്ല വിഷമമുണ്ടായി. ഇവരിന്ന് ഇതെല്ലാം സ്കേറ്റിംഗ് എല്ലാം കഴിഞ്ഞിരുന്നല്ലോ. നമ്മുടെ ചീസ് ഗാർലിക് ബ്രെഡ് വെച്ചിട്ടുണ്ട്. ഇത് നല്ല രസമാണ്. നമ്മളന്ന് ജി ചേച്ചി പറഞ്ഞു തരാൻ നമ്മളിത് പഠിച്ചത്. സത്യം പറഞ്ഞാൽ ഇതിന് ഇത്രയും രുചിയുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത് ജി ചേച്ചി വന്ന് നമുക്ക് വാങ്ങി തന്നപ്പോഴാണ് അല്ലേ? എന്നാ പിന്നെ എല്ലാവരും ഓരോന്ന് കഴിക്കൂ. ഇതാണ് നമ്മുടെ ചിക്കൻ ലോഡഡ് ഫ്രൈസ്. ഇത് കഴിച്ചു നോക്കാം. ബാ, അതൊരു ലോഡുണ്ട്, കഴിക്കാനുണ്ട്, സാധനം ഉണ്ട്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? നമ്മളെല്ലാം കുറച്ചാണ് കേട്ടോ. കുറച്ച് വാങ്ങി ഇങ്ങനെ കഴിക്കുക എല്ലാരും കൂടി അല്ലേ? ദുഗ്ഗുനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നല്ല ചൂടോടുകൂടിയുള്ള സൂപ്പ്. ചൂടാറിയ സൂപ്പ് ഇല്ലല്ലോ, സൂപ്പ് തണുത്താ പോയില്ലേ? നല്ല തണുത്ത സൂപ്പ്. അതെ, ഗുപ്തൻ ഇഷ്ടം അല്ലേ? എങ്ങനെയുണ്ടല്ലേ സൂപ്പ്? എങ്ങനെയുണ്ട്? രസമുണ്ടോ? അപ്പൊ ഇത് നമ്മളേതാ ഓർഡർ ചെയ്ത്? ഹോട്ട് ആൻഡ് സോർ.
ഹോട്ട് ആൻഡ് സോൾ ചിക്കൻ സൂപ്പ്. നമ്മൾ പൊതുവെ അങ്ങനെ ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കാണിക്കാറില്ല വ്ളോഗിലൊന്നും അല്ലേ. ഇല്ല നമ്മളൊരു ഭക്ഷണം കഴിച്ചിട്ട് കാണാന്ന് പറയും. പക്ഷെ ഇത്തവണ എന്തായാലും ഇതൊക്കെ ഓർഡർ ചെയ്തോണ്ട് എപ്പോഴും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെപ്പോഴും ഒന്നുമില്ല കുഴിമന്തി അല്ലെങ്കിൽ അൽഫാം അല്ലെങ്കിൽ ഷവർമ്മ പ്രത്യേകിച്ച് ഓർഡർ ചെയ്യുന്നില്ല. വാങ്ങിക്കുള്ളൂ. ഇന്നിപ്പോ ദുർഗാന്റെ ഒറ്റ വാശിക്കാന്ന് ടാക്കൂസ് പോയിട്ട് ഓർഡർ ചെയ്ത് കഴിക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് വന്നത്. ഈ വർഷത്തെ ലാസ്റ്റ് ഈ വർഷത്തെ നമ്മുടെ ഇവിടുത്തെ ഈ ഹോട്ടലിലെ ലാസ്റ്റ് അല്ലേ. നമ്മൾ ഇന്നലെ അടുത്ത വർഷം ഇവിടെ വരുന്നുണ്ടെങ്കിൽ വരുവാണ്. കഴിഞ്ഞ വർഷം ന്യൂ ഇയറിന് കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ന്യൂ ഇയറിന് നമ്മൾ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചത് ഓർമ്മയുണ്ടോ? അപ്പൊ ഞങ്ങൾ നമ്മള് രണ്ടാളും ബൈക്കിന് വന്നത്. നാളെ വരണ്ടേ നമുക്ക്? ഇത് ന്യൂ ഇയറിന്റെ തലേന്നാണ് കേട്ടാ. തലേന്നല്ല, ഇത് ഡിസംബർ 30-ാം തീയതി. ഇത് വീഡിയോ എപ്പോ വരുന്നൊന്നും അറിയില്ല. വീഡിയോ നാളെ തന്നെ ഇടും. അതെയാ. അപ്പൊ എന്നാ പിന്നെ നമ്മൾ എന്തായാലും സൂപ്പ് കുടിക്കട്ടെ. സൂപ്പ്. അപ്പൊ നമ്മുടെ ഐറ്റം ലാസ്റ്റ് ഐറ്റം കൂടി എത്തിയിട്ടുണ്ട്. ഇത് ബീഫ് ഫ്രൈ. അളിയനാണിത് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ബീഫ് ഫ്രൈ അന്ന് ബീഫ് ഫ്രൈ വാങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അളിയൻ പറഞ്ഞത്. പിന്നെ നൂഡിൽസ് ഉണ്ട്, ചിക്കൻ നൂഡിൽസ്, പിന്നെ നാനും ബട്ടർ നാനും ബീഫും കൂടിയാണ് അളിയൻ കഴിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഞാനും അതെ നാനും. അപ്പൊ എന്നാ പിന്നെ കഴിക്കട്ടെ. എടുക്ക് നൂഡിൽസ് എടുക്ക് കഴിക്കും. അങ്ങനെ എന്തായാലും ഇനിയിപ്പോ നമ്മള് ന്യൂ ഇയറിന്റെ പാർട്ടി ഇല്ലാന്ന് പറയണ പാർട്ടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാമായി മറ്റേ ഐഫോണിൻ്റെതുമായി, സ്വർണം വാങ്ങിയതുമായി, ന്യൂ ഇയറുമായി എല്ലാത്തിൻ്റെയും പാർട്ടി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ബ്ലോഗും ഇനിയിപ്പോ എന്താ പ്രത്യേകിച്ച് സ്വർണം വാങ്ങാൻ ഫോൺ വാങ്ങാനൊക്കെ ക്രിസ്മസ് എല്ലാം കഴിഞ്ഞു. അതെ അപ്പൊ എന്തായാലും കഴിച്ചു. അപ്പൊ അടുത്ത ബ്ലോഗ് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റ. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ അല്ലേ. 2022 എല്ലാവർക്കും നല്ല അടിപൊളിയായിരിക്കട്ടെ അല്ലേ, ചില്ലായിരിക്കട്ടെ, വൈബായിരിക്കട്ടെ. അപ്പൊ ഓക്കെ.